ഹലോ ഗൈസ്, നോട്ടെക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ബിഗിനറായ നമ്മൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെ എനിക്കുണ്ടായ ഒരു പ്രശ്നമാണ് മോണിറ്റൈസേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പായ ആഡ്സ് ആൻഡ് സൈനപ്പ് ഇൻ പ്രോഗ്രസ് എന്ന് തന്നെ കാണിക്കുന്നത്. നമ്മുടെ തന്നെ ഫാക്ട് ചാനലായ നോയിറ്റ് മലയാളം എന്ന ചാനലാണ് കഴിഞ്ഞ ദിവസം ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തത്. ഏകദേശം 4 മാസമായി ഞാൻ ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 5000-ഓളം സബ്സ്ക്രൈബേഴ്സും 10,000-ന് മുകളിൽ വാച്ചവേഴ്സും ഉണ്ട്. സോ അങ്ങനെ കഴിഞ്ഞ ഡിസംബർ 4-ന് രാവിലെ 8 മണിക്കാണ് ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത ആദ്യത്തെ സ്റ്റെപ്പായ റിവ്യൂ ബേസ്ഡ് ടേംസ് ഉടൻ തന്നെ ഡൺ എന്ന് കാണിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ പ്രോഗ്രസ് എന്നായിരുന്നു കാണിച്ചിരുന്നത്. യൂഷ്വലി സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് ആഡ്സ് ആൻഡ് സൈനപ്പ്, ഒരു ദിവസമെങ്കിലും എടുത്താണ് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ എനിക്ക് 3-ൽ കൂടുതൽ ദിവസം എടുത്തപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോയിൽ തന്നെയുള്ള ചാറ്റ് സപ്പോർട്ടിൽ ഞാൻ കാര്യം തിരക്കി. അവർ പറഞ്ഞിരുന്നത് എക്സാക്ട് റീസൺ പറയാൻ കഴിയില്ല, സാധാരണ ഒരു ദിവസമാണ് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവാൻ എടുക്കുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അതല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള സമയത്തും അവർക്ക് ഡിലേ ആവാറുണ്ട്. അത് ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതലാവാം. ഇത് സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുമുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് ഡിസംബർ 6-ാം തീയതി വീണ്ടും ചാറ്റ് സപ്പോർട്ടിൽ ഞാൻ കാര്യം തിരക്കി. അവർ ആദ്യം പറഞ്ഞ അതേ റീസൺ തന്നെയാണ് വീണ്ടും പറഞ്ഞത്. ഗൂഗിൾ ആഡ്സൻസിലുള്ള പേയ്മെന്റ് ഡീറ്റെയിൽസ് അതല്ലെങ്കിൽ ടാക്സ് ഇൻഫോ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത് ഓട്ടോമാറ്റിക്കലി അപ്രൂവ് ആയിക്കോളും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ ചില യൂട്യൂബ് വീഡിയോയുടെ കമന്റുകളിൽ ഞാൻ കണ്ടിരുന്നു പലർക്കും 1 മാസം വരെ എടുത്ത് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ എനിക്കും ഇതുപോലെ ഡിലേ ആകുമെന്ന് കരുതി ഞാനും വെയിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് ഡിസംബർ 9-ാം തീയതി നമ്മുടെ YT സ്റ്റുഡിയോ തന്നെയുള്ള സെൻഡ് ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ടും എനിക്ക് വേറെ കോപ്പിറൈറ്റ് ക്ലെയിം ഒന്നുമില്ല, എന്റെ ആഡ്സൻസിലെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സോ ഈ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ഫീഡ്ബാക്ക് അയച്ചു. അങ്ങനെ ഞാൻ ഫീഡ്ബാക്ക് അയച്ച് 2 ദിവസത്തിന് ശേഷം, അതായത് ഡിസംബർ 12 രാവിലെ 11 മണിക്ക് ഞാൻ YT സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റഡ് ആയി എന്ന് കാണിച്ചിരുന്നു. ചാറ്റ് സപ്പോർട്ടിൽ അവർ പറഞ്ഞിരുന്നത് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് മെയിൽ വരും എന്നായിരുന്നു. പക്ഷേ മെയിൽ ഒന്നും വന്നിരുന്നില്ല. അങ്ങനെ തേർഡ് സ്റ്റെപ്പ് നോക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അതും ഇൻ പ്രോഗ്രസ് എന്നായിരുന്നു പിന്നീട് കാണിച്ചത്. പക്ഷേ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ഞാൻ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു പോപ്പപ്പ് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ മോണിറ്റൈസേഷന്റെ എല്ലാ സ്റ്റെപ്പും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാ മെയിൻ വീഡിയോയുടെ മോണിറ്റൈസേഷനും ഓൺ എന്നാണ് കാണിച്ചത്. അതായത് $ഗ്രീൻ സിമ്പിളായിരുന്നു കാണിച്ചിരുന്നത്. ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല, നിങ്ങളുടെ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ആവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വെയിറ്റ് ചെയ്യുക എന്നതാണ്. സോ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്.